സ്റ്റേഷനിലെത്തിച്ച ബിന്ദു വെള്ളം ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ. ബാത്റൂമിൽ പോയി കുടിക്കാനാണ് എന്നോട് പറഞ്ഞത്. വളരെ വിഷമിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടത്. ബിന്ദു എന്ന് പറഞ്ഞ ഈ ചേച്ചി ജോലി ചെയ്യുന്ന വീട്ടിലെ മാല കാണാതിരുന്നിട്ട് അവിടുത്തെ വീട്ടുടമസ്ഥ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതിനെ തുടർന്ന് ബിന്ദു എന്ന് പറഞ്ഞ ഈ ചേച്ചിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി, ഒരു പരാതി കിട്ടി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തി. എന്നിട്ട് അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയും ഈ ചേച്ചി പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല, മാല ഞാൻ എടുത്തിട്ടില്ല എന്നുള്ള രീതി പറയുകയും അതിനുശേഷം 2 തവണ വനിതാ പോലീസുകാരെ കൊണ്ടിട്ട് ദേഹപരിശോധന നടത്തുകയും ചെയ്തെന്ന് പറഞ്ഞു. എന്നിട്ട് രാത്രി മുഴുവൻ ഇവരെ ഉറക്കാതെ ചോദ്യം ചെയ്തു. ഒരു പോലീസുകാരൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ആ പോലീസുകാരൻ ഇവരെ രാത്രി മുഴുവൻ ഉറങ്ങാണ്ട് ചോദ്യം ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അത് ഭയങ്കരമായിട്ടും വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള റൈറ്റ് പോലീസിനുണ്ട്. ഇത്രയും ക്രൂരമായിട്ടുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്യാനുള്ള റൈറ്റ് എന്താ? ഇങ്ങനത്തെ ഒരു 2-3 പോലീസുകാർ മതിയില്ല മുഴുവൻ പോലീസുകാരെയും ചീത്തപ്പേര് കേൾപ്പിക്കാനായിട്ട്. ഉറപ്പായിട്ടും കേരള പോലീസിൽ നല്ല നല്ല റെസ്പെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നല്ല മനുഷ്യത്വമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ആൾക്കാർ 2-3 പേര് മതിയല്ലോ ഇങ്ങനെ എല്ലാവരെയും ചീത്തപ്പേര് കേൾപ്പിക്കാനായിട്ട്. എന്താ പറയുക, ക്രിമിനലായാലും അല്ലെങ്കിൽ ഇത് ക്രിമിനൽ പോലെ അല്ലല്ലോ, ജസ്റ്റ് അക്യൂസ്ഡ് ആയിട്ടുള്ളൊരു ഇത് മാത്രമല്ലേ. അപ്പോൾ എന്ത് തന്നെങ്കിലും വെള്ളം കുടിക്കാനുള്ള വെള്ളം നിഷേധിക്കാനായിട്ട് ഒരാൾക്കും അവകാശമില്ല. അത് ഭയങ്കര ഒരു ക്രൂരമായിട്ടുള്ളൊരു കാര്യമായി. അതിലൂടെ കടന്നുപോയിട്ടുള്ള ആൾക്ക് മാത്രമേ അതിൻ്റെ വിഷമവും വേദനയൊക്കെ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരു സംഭവമൊന്നുമല്ല, ഇതിന് മുന്നേ പല പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ എന്തായാലും ഓരോരുത്തരും വോയിസ് റേസ് ചെയ്യണം, ഇതിനൊരു മാറ്റം കൊണ്ടുവരണം. ചോദിച്ചിട്ട് തിരിച്ചെന്നെ എൻ്റെ ചേട്ടനെയും കൊണ്ടുപോയി. അതിൻ്റെ പിറകെ എൻ്റെ ചേച്ചിയുടെ മക്കൾ അവർ ഓട്ടോയിൽ വന്നു, ഞാൻ കാറിൽ പോയി. കാറിൽ കയറി ഇച്ചിരി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാർ എന്നെ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചു. ഉടനെ അറ്റം വരെ എന്നെ ചീത്ത വിളിച്ചു. വരെ 3-3:30 വരെ ഇതേ ഒരു ചോദ്യം ചെയ്യൽ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ തുടരുകയായിരുന്നു. ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. ഈ പ്രശ്നം എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് ഈ ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. അതിനുശേഷം മാല കിട്ടിയത് ഈ ഓമന ഡാനിയൽ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയുടെ വീട്ടിൽ മണ്ണിൽ നിന്ന് കിട്ടിയെന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അതെന്താണ്, ആരെടുത്ത്, എങ്ങനെയാണെന്നുള്ള സത്യങ്ങളൊന്നും ഇതുവരെ അറിയാണ്ട് പാടില്ല. അതിനുശേഷം ഇവർ പോലീസിനെ അറിയിക്കുകയും പോലീസ് ഈ കാര്യം ബിന്ദുവിൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ച്, അതായത് മാല കിട്ടിയിട്ടുള്ള കാര്യം മറച്ചു വെച്ച്. ആളിലെ മകളും അവിടെ നിൽക്കുക. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബിന്ദുവിന് പരാതിയില്ല, പിന്നെ ബിന്ദുവിനെ വെറുതെ ഇവിടെയാണ്, ബിന്ദുവിൻ്റെ മക്കളെ ഓർത്ത് ഇവിടെയാണ് എന്ന് ഈ ഓമന ഡാനിയൽ എന്നോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ ജോലി ചെയ്ത പൈസ 1500 രൂപ ഞാൻ മേടിച്ചു. അല്ല, ഓമന ഡാനിയലും അപ്പൊ ബിന്ദുവിനോട് പറഞ്ഞില്ല മാല ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല? ഉണ്ടായ ബുദ്ധിമുട്ടിന് ക്ഷമിക്കണമെന്നോ അല്ലെങ്കിൽ തെറ്റിപ്പോയെന്നോ ഒന്നും പറഞ്ഞില്ല അല്ലേ? പറഞ്ഞില്ല സാർ. മാല കിട്ടിയിട്ടുള്ള കാര്യം മറച്ചു വെച്ചേ. കാരണം മാല കിട്ടിയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ചിലപ്പോൾ ഈ ബിന്ദു എന്ന് പറഞ്ഞ ചേച്ചി കൊണ്ട് കേസ് കൊടുക്കുകയും അത് വേറൊരു രീതിയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് തന്നെ, അതായത് കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോലീസുകാർക്കെതിരെ തന്നെ നല്ല നടപടി എടുക്കാനുള്ള ചാൻസ് ഉള്ളവരായിരിക്കും ഈ ഒരു കാര്യം പുറത്തു പറയാനിട്ടുള്ളത്. ഇല്ല സാർ, ഒരു ഒറ്റ അക്ഷരവും എന്നോട് അവർ മിണ്ടിയില്ല. പോലീസുകാരും ഒന്നും പറഞ്ഞില്ല, ഒരു പോലീസുകാരൻ പോലും. ഞാൻ അവിടുന്ന് പോലീസുകാർ ഒന്നും പറഞ്ഞില്ല സാർ, ഒരു വാക്കും മിണ്ടിയിട്ടില്ല. അപ്പോൾ പോലീസ് മാല അവരുടെ വീട്ടിൽ തന്നെ ഉണ്ട്, ആരും മോഷ്ടിച്ചതല്ല എന്ന് പോലീസിന് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷമാണ് പോലീസുകാർ ഇനി ഇവിടെ കണ്ടുപോകരുത്, ഈ ഭാഗത്തൊന്നും കവടിയാറിലും അമ്പലമുക്കിലും ഒന്നും ഇനി കണ്ടുപോകരുത് എന്നൊക്കെ പോലീസ് പറയുന്നത്. ഇവര് മാല വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ്. ശേഷം ഞാൻ ഇനി സ്റ്റേഷനിൽ വെളിയിൽ ഇറങ്ങി. അല്ല, എൻ്റെ അടുത്ത് അവിടെ നിന്നപ്പോൾ SI വന്ന് പറഞ്ഞു ഒരു കാര്യം പറയേണ്ടത്. എന്ത് സാർ? അത് ഈ അമ്പലമുക്കിലോ കവടിയാറിലോ എന്നെ കണ്ടുപോകരുത്, എങ്ങോട്ടൊരു നാട് വിട്ട് പൊക്കോളണം എന്ന് ഈ SI വന്ന് ശരിക്കും സ്റ്റേഷനിൽ ആളുണ്ടായ സമയത്താണ്. അപ്പോൾ എൻ്റെ ചേട്ടനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഈ ഓമന ഡാനിയൽ പറഞ്ഞ് ബിന്ദു ചേച്ചിയുടെ പറഞ്ഞ് എനിക്ക് ബിന്ദുവിനെതിരെ കേസൊന്നുമില്ല, പരാതിയൊന്നുമില്ല, ബിന്ദുവിൻ്റെ മക്കൾ ഓർത്തിട്ട് വെറുതെ വരണമെന്ന് പറഞ്ഞിട്ട് 1500 എന്തോ ബിന്ദു ചേച്ചിയുടെ പണിക്കാശ് എന്തോ കൊടുത്തിട്ട് വിട്ടു. അപ്പോൾ അതിനുശേഷം എങ്ങനെ അറിഞ്ഞ്
മാല വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയെന്നുള്ള കാര്യം പറഞ്ഞ്. എന്നിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തി വിട്ടേക്കനാണ്. ഇവിടെ ഈ പേരുക്കട ഭാഗത്തുനിന്ന് വന്ന് നിൽക്കരുന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തി വിട്ടേക്കനാണ്. ഒരു മനസ്സാക്ഷിയില്ലാത്ത രീതിയിലാണ് ഈ 3 പോലീസുകാർ ഈ ഒരു ചേച്ചിയോട് പെരുമാറിയിരിക്കുന്നത്. അതിനെതിരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു, എസ്ഐനെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞ്. സസ്പെൻഷൻ മാത്രം പോരാ, അവർക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ നീതി കിട്ടണമെന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഭരണാധികാരികൾ ഇതിൽ ഇടപെടേണ്ടതാണ്. കാരണം ഒരു റൈറ്റും ഇല്ലാത്ത കാര്യങ്ങളാണ് പോലീസുകാർ ചെയ്തേക്കുന്നത്. അക്യൂസ്ഡ് ആയുള്ള ആൾക്കാരോട് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറാൻ വേണ്ടി പറ്റുമോ? പച്ചത്തെറി പറയാനായിട്ട് എന്ത് അധികാരമാണ് ഈ 3 പോലീസുകാർക്കുള്ളത്? ബാക്കി ഇതുപോലെ നല്ല നല്ല പോലീസുകാരുണ്ടല്ലോ, അവരൊക്കെ ജനങ്ങളോട് വളരെ നല്ല മാന്യമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറുന്നത്. അധികം മോശമായി പോയി. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഈ ന്യൂസൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരും പറ്റാവുന്ന ആൾക്കാർ പ്രതികരിക്കുക. ഇങ്ങനത്തെ ക്രൂരതകൾ നാളെ എൻ്റെ നേരെയോ അല്ലെങ്കിൽ കാണുന്ന നിങ്ങളുടെ നേരെയോ വരാം. തെറ്റ് ചെയ്തവർ എന്തായാലും ശിക്ഷിക്കപ്പെടണം. പക്ഷെ തെറ്റ് ചെയ്യാത്ത ആൾക്കാരും ഇതേപോലെ ക്രൂരത അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും മനുഷ്യരാണ്. അത്യാവശ്യം കുറഞ്ഞ പക്ഷം കുറച്ച് മനുഷ്യത്വമെങ്കിലും ഇതുപോലുള്ള ഉദ്യോഗസ്ഥരെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.